അതെ അതെ. നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ കൂറ്റനാട് KR ഫുഡ് കോർട്ടിലാണ്. നമ്മുടെ സ്വന്തം മാന്യപ്രശ്നത്തിന് സ്വാഗതം. ഇന്ന് നമ്മൾ KR ബാക്ക് ഫുഡ് കോർട്ടിലാണ്. നമ്മുടെ സ്വന്തം +2 പിള്ളേർ ജയിച്ചതിൻ്റെ അതിൻ്റെ ആഘോഷ ചെലവുകൾ പരിപാടികളുമായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ക്യാമറ തിരിക്കൂ, ദാസനെ കാണിച്ചു കൊടുക്കൂ. നമ്മുടെ ഞാൻ കൃഷ്ണദാസ്, സൗരവ്, പിന്നെ ഞാൻ പറഞ്ഞ നേത്രനാരായണൻ. ഇവരെല്ലാവരും +2 വിജയിച്ചിരിക്കുന്നു. സക്സസ്ഫുൾ നമ്മളെ മാനം കാത്തിരിക്കുന്നു. അപ്പോൾ ഇവർ +2 ജയിച്ചിരിക്കുകയാണ്. പരിവരെയായിട്ട് നിങ്ങൾ 3 പേരല്ലേ ഉള്ളൂ അല്ലേ +2 അല്ലേ? പാപ്പ 10ാം ക്ലാസ്സാണ്. പാപ്പ വന്നിട്ട് കാണിച്ചു തരാം. ഒരുത്തൻ വേറെ +2 ഉണ്ട്, പക്ഷെ അവന് കോഴിക്കോട് പോയിരിക്കുന്നു. നമുക്ക് എല്ലാവരുടെയും ഓരോരുത്തർ റിസൾട്ട് എത്ര ഉണ്ട് ചോദിക്കാം. അപ്പോൾ സൗരവ്, എനിക്ക് 77% ഉണ്ട്. സയൻസ് ആയിരുന്നു. സയൻസ് ഞാൻ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. എനിക്ക് 93% ഉണ്ട്. കൊമേഴ്സ് 99%. 99. അടുത്ത അതുൽ വന്നിരിക്കുന്നു ഗൈസ്. നമ്മുടെ അതുൽ, മഴ എങ്ങനെയുണ്ട്? അതൊക്കെ എന്താ മഴ എങ്ങനെയുണ്ട്? നല്ല മഴ. അപ്പൂന് +2 എത്ര % ആയിരുന്നു? 88. ഏതാണ് വിഷയം? അതുല് ഇപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയോ? അതുൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയോ? ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. +2 എത്ര % ഉണ്ടായിരുന്നു? +2 87%. ഏതാണ് വിഷയം? കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസ് ആണ് ഗൈസ്. 3 പേരോട് വരാണ്ട്, 3-4 പേര് വരാണ്ട്. അപ്പോൾ അവർ മഴയത്ത് കുടുങ്ങി കിടക്കുകയാണ്. അപ്പോൾ അവർ വന്ന് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്നതായിരിക്കും. എന്താണ് അതിൽ ഓർഡർ ചെയ്യാൻ അതിലെന്താണ് ഓർഡർ ചെയ്യുന്നത്? KR ഫുഡ് കോർട്ട്. അടുത്ത് നമ്മുടെ പാപ്പ് എത്തിയിരിക്കുന്നു. ഈ മഴ എങ്ങനെയുണ്ടായിരുന്നു പാപ്പു? വളരെ നല്ലൊരു മഴയായിരുന്നു. എൻ്റെ കൺമുന്നിൽ ഒരു ആക്സിഡൻറ്റ് കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. സ്കൂട്ടർ ഒരു കാറിലേക്ക് ഇടിച്ചു കയറി. പക്ഷെ ആ സ്കൂട്ടറുകാരൻ തണ്ണിയായിരുന്നു. അതുകൊണ്ട് അയാളതൊന്നും അറിയാണ്ട് എടുത്തുകൊണ്ട് പോയി. സ്കൈ ഒഡീസിയാണ് ഈ ന്യൂസ് ആദ്യമായിട്ട് അറിയുന്നത്. സ്കൈ ഒഡീസിക്ക് ഇതിനു വേണ്ടി എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ക്ലാപ്പ് ക്ലാപ്പ് ക്ലാപ്പ്. 10 കഴിഞ്ഞതാണ്. റിസൾട്ട് എന്തെങ്ങനെയാണ്? ഫുൾ A+ ആണ്. ദൈവഭാഗ്യം കൊണ്ട് ഫുൾ A+ കിട്ടി. ഇവൻ വെറും എന്താ അലമ്പ് ചെക്കൻ. പക്ഷെ എങ്ങനെ ഫുൾ A+ മേടിച്ചറിയില്ല. ഇല്ല, സ്കൈ ഒഡീസിക്ക് വേണ്ടി പേടിക്കേണ്ട കൈസൊന്നുമില്ല. ഹലോ ലോയസ്റ്റ് സബ്സ്ക്രൈബേഴ്സ് ഒരാളാണ്. നിങ്ങൾ ഫുഡ് കഴിച്ചില്ലെങ്കിലും ആകാശന്റെ വ്ളോഗ് എന്നും കാണണം. മനസ്സിലായില്ലേ? അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. അപ്പോൾ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമ്മുടെ സ്കൈ ഒഡീസി ചാനലിനുള്ളത്. അപ്പോൾ ട്രസ്റ്റ് ദ പ്രോസസ്. നമ്മളെന്തായാലും ഇനിയും ഉയരങ്ങളിലേക്ക് എത്തും. ഇപ്പോൾ എന്താ നമ്മൾ ഇൻട്രൊഡക്ഷൻ വെച്ചാൽ നമ്മളെ പിള്ളേരുടെ +2 കഴിഞ്ഞ 3 പിള്ളേരുണ്ട്. പിന്നെ നമ്മുടെ ഒരു പാപ്പുവിൻ്റെ ഒരു 10 കഴിഞ്ഞതിൻ്റെ ചിലവ്. എല്ലാവരുടെ ചിലവാണ് മെയിനായിട്ട് ഉൾപ്പെടുത്തണല്ലേ? കട്ടി കൂടാല്ലേ? അപ്പുവിൻ്റെ വ്ളോഗ് കാണാറുണ്ടോ? ഇതിൻ്റെ വ്ളോഗ് കാണാറുണ്ടോ? ചാനൽ ഉണ്ടോ എന്നൊക്കെ അറിയില്ലോ. അപ്പോട്ട് 2 മാസമായിട്ട് വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ്, പഠിക്കുകയാണ്. ചെറിയൊരു പഠിപ്പിസ്റ്റാണ് നമ്മുടെ അപ്പോട്ട്. നല്ലൊരു എഞ്ചിനീയറായിട്ട് നമ്മുടെ മാട്ടായിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനൊരു കൂട്ടിൽ 2500 രൂപ എല്ലാവരും സംഭാവന ചെയ്യുക. ആകെ 2 വ്യൂസ് ഉള്ളൂ ചാനലിൽ. ആര് തരാൻ 2500 രൂപ? കച്ചറ സാധനം കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഈ കച്ചറ സാധനം കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് ക്രിഞ്ചാവും. അതാണ് പറയണത്. തൊണ്ടയിലത്ത് പിടിച്ചോ. ഉണ്ണിക്കുട്ടൻ എവിടെ? ഉണ്ണിക്കുട്ടനെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഗൈസ് ഇതാരറിയോ? രാജ ഇതാരറിയോ? ഇത് ഞാൻ. ഇതെന്താ എഴുതിയിരിക്കുന്നത് അറിയോ? യെസ്. എനിക്കൊന്നും ഓർഡർ ചെയ്യില്ല. എനിക്ക് ജസ്റ്റ് ഒരു ഹാഫ് അൽഫാം മാത്രം മതി. ഹാഫ് അൽഫാം മാത്രം മതി. റൈസോ കാര്യങ്ങളൊന്നും വേണ്ട. മെയിൻ പ്രോട്ടീനാണ്. എടാ 300 രൂപയല്ലോ. 300. ഇതാണ് ഗൈസ് ഫ്രണ്ട് ക്യാമറ എങ്ങനെയാണ്? ഇത് നമ്മൾ എടുക്കുന്നത് ആക്ച്വലി സാംസങ് ഗാലക്സി S24 അല്ലേ? S24 അല്ലേ? ഇത് S24 അല്ലേ? സാംസങ് S24 ഫ്രണ്ട് ക്യാമറ നിങ്ങൾ കാണുന്നത്. എൻ്റെ IQ Neo 10 കിടക്കുന്നത്. ഞാൻ അതിന് എടുക്കണില്ല വീഡിയോ, കാരണം നൈറ്റിൽ കുറച്ച് പ്രശ്നം വരുന്നുണ്ട് വീഡിയോ. പിന്നെ നമ്മുടെ പാപ്പു സ്വന്തം പാപ്പുവിൻ്റെ പുതിയ
നത്തിങ് ഇത് ബാക്ക് ക്യാമറയാണ്. സാംസങ് S24 നമ്മുടെ നേത്രൻ്റെ ആണ്. ഐഫോൺ എടാ തിരിച്ചാ ആ ഫോൺ തിരിച്ചാ. ഐഫോൺ 13 ദാസൻ്റെ പുതിയ ഫോൺ CMF Phone 2 Pro ആണ്. ഇപ്പോൾ 2 നത്തിങ്, ഒരു ഐഫോണ്, ഒരു സാംസങ് ഗാലക്സി, ഒരു IQ Newton. ഇതൊരു ഐഫോൺ എവിടെയാണ്, എന്താണ് ഐഫോൺ ഏതാ? 12 Pro. അപ്പം നമുക്കൊക്കെ ഇപ്പോഴാണ് ഐഫോണും നല്ല ഫോണൊക്കെ കിട്ടണല്ലേ? അതെ, ഇപ്പോഴാണ് കിട്ടണത്. ഈ പിള്ളേർക്കൊക്കെ ഇപ്പം തന്നെ നല്ല അടിപൊളി ഫോണൊക്കെ കിട്ടിയിരിക്കുന്നു. ഉറപ്പിച്ചോ? എന്താ വേണ്ട ഉറപ്പിച്ചോ? അനക്കെന്താ വേണ്ട? എനിക്കൊരു ബീഫ് റോസ്റ്റും പിന്നെ ഒരു 2 പൊറോട്ടയും. കഴിച്ച് ഈ PV ബോയ്സിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഇവരാകെ കൂടി എല്ലാവരും കൂടി ഒന്നിക്കണത് ഒറ്റ കാര്യത്തിനാ, തിന്നാ. യെസ്, അരവിന്ദ് വിളിക്കുന്നുണ്ട് ഗൈസ്, അരവിന്ദ് വിളിക്കുന്നുണ്ട്. എന്തില്ലാത്ത എന്ത് മച്ചാനെ, നമുക്ക് തിന്നനൊക്കെ വലുതാണോ ക്ലാസ്? നമുക്ക് അൽഫാം മന്തി കഴിക്കാം. ഗോബി മഞ്ചൂരിയനും റൈസും ആണ് പറയുന്നത്. 150 ഒരു ബീഫ് ഫ്രൈ. മഴ ഉണ്ടായിരുന്നു, അതാ വരാൻ വൈകിയത്. യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. ഓർഡർ ചെയ്തോ? പറഞ്ഞില്ല. ചിക്കൻ കഴിക്കില്ല, ഇവൻ നമ്പൂരിയാണ്. നമ്മളെ റിവീൽ ചെയ്തു. ഞാൻ നമ്പൂരിയാണെന്ന് ചിക്കൻ കഴിക്കാൻ പറ്റില്ല. ഞാനൊരു ഹാഫ് അൽഫാമാണ് ഓർഡർ ചെയ്തേക്കണത്. ഏതാ ഫ്ലേവർ ഏതായിരുന്നു? ഹണി ചില്ലി അല്ലേ? ഹണിയാണ്. കാരണം പ്രോട്ടീൻ കയറണമല്ലോ, നമ്മൾ മെയിനായിട്ട് വർക്കൗട്ട് മെയിനായിട്ടുണ്ട്. അപ്പോൾ പ്രോട്ടീൻ മെയിൻ കയറണം. ഇന്നിപ്പോൾ അങ്ങനെ പ്രോട്ടീൻ കൂടെ സെറ്റ് ആയിട്ടില്ല. അപ്പോൾ ഹാഫ് അൽഫാം ഓർഡർ ചെയ്തേക്കണത്. കാശ് പിന്നെ പിള്ളേരെടുക്കൊണ്ട് ഒന്നും നോക്കിയില്ല. ഇപ്പം നമ്മുടെ കൂട്ടതായിട്ട് മൂഞ്ചി ഫോണാണ്ടില്ല. പോക്കോ അത് പോക്ക് കേസാണ്. വിവോ 1811 ഏത് സീരിയൽ നമ്പറൊക്കെ പറയുന്നുണ്ട്. നമ്മൾ മോട്ടീഷൻ എടുക്കണം. ഫോൺ എടുക്കും അല്ലേ? അതെ, എടുക്കും. അല്ല, ഐഫോണിനെ വേണമെന്നില്ല, ആൻഡ്രോയിഡ് നല്ലത് എടുക്കണം. ഇതിനെന്താ പറയാ അറിയോ? എനിക്കറിയില്ല. ഇതാണ് പ്ലേസ്മാറ്റ്. നമ്മൾ ഇവിടെ പഠിച്ച നമ്മുടെ ഹോസ്പിറ്റാലിറ്റി ടൂറിസം മാനേജ്മെന്റ് പഠിച്ചുകൊണ്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് പ്ലേസ്മാറ്റ്. ഇത് നാപ്കിൻസ്. ഇത് മെനു കാർഡ്. ഇത് കെച്ചപ്പ് ബോട്ടിൽ. നമ്മുടെ അവിടെ ഇരിക്കുന്ന സൗകര്യം ഒരു സാധാരണക്കാരനല്ല. വിനോദയാത്രയിൽ പാലും പഴവും കൈകളി ആ കഥാപാത്രം ചെയ്തത് ഇതാണ്. പ്രാഞ്ചിയേട്ടനിൽ പോളി അഭിനയിച്ചത് സൗരവാണ്. മഞ്ഞുമൽ ബോയ്സിൽ പ്രായമായിട്ട് വന്നത് അത് മറ്റേ സാധാരണ ഏജിങ് ആണ് ചെയ്യുക, അത് ഏജ് കൂട്ടുകയാണ് ചെയ്തത്, അതും സൗരവാണ്. ശരിക്കും പറഞ്ഞാൽ ഗണപതിയുടെ ബോഡി ഡബിളായിട്ട് സൗരവ് പലപ്പോഴും പോകാറുണ്ട്. ഐസ് നാരായണ കുറച്ച് സിനിമകളിലുണ്ട്. ഇവൻ ഏതോ ഒരു ഷോർട്ട് ഫിലിമിലൊക്കെ ഉണ്ടാവും. യസ്മ സീരീസിലുണ്ട് ഗൈസ്. എക്സ്പീരിയൻസ് ആണ് സൗരവിന്. ദാസനൊന്നും അറിയാത്ത മാതിരി നിന്റെ കിങ് ആയിരിക്കും. ഞാൻ ഇതൊക്കെ എത്ര ഫുട്ടേജ് ക്ലിപ്പ് എടുത്തത്. ഇവിടെ 3 പേര് പിന്നിലിരിക്കുന്ന ക്യാമറ നേരെ പിന്നിലിരിക്കുന്ന 3 പേര് +2 കഴിഞ്ഞു. റൈറ്റ് സൈഡിലിരിക്കുന്ന 10 കഴിഞ്ഞു. റൈറ്റ് സൈഡിലിരിക്കുന്ന 10 കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ ഡിഗ്രി കഴിഞ്ഞ 2 ആൾക്കാരാണ്. ഞാൻ ഡിഗ്രി പഠിച്ചിട്ടില്ല. ഡിഗ്രി കഴിഞ്ഞ 2 ആൾക്കാർ. ഞാൻ ഡിഗ്രി 1 വിജയം. ഞാനൊന്ന് എൻ്റെ വ്ളോഗ് എടുത്തോട്ടെ. ഏതേത് വിഷയം? എക്കണോമിക്സ്, BA എക്കണോമിക്സ്. പെർസെൻറ്റേജ് എങ്ങനെയൊക്കെയാണ്? പെർസെൻറ്റേജ് 93%. 93% തള്ളിവിടാണ്. എന്നാലും പാസ്സായിരിക്കുന്നു, നല്ല വൻ വിജയത്തോടെ പാസ്സായിരിക്കുന്നു ആദ്യം. ഫസ്റ്റ് ക്ലാസ് ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. അടുത്ത നമ്മുടെ ഇത് കുറച്ച് പേപ്പർ പോയിട്ടുണ്ട്. അടുത്ത തന്നെ വിജയത്തോടെ പാസ്സാവും. ആ ധൈര്യം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ഇവിടെ നിങ്ങൾ കാണേണ്ടത് തോൽവി ഒന്നിനും ഒരു തടസ്സമല്ല, ഇനി മുന്നേറും അല്ലേ? അതെ. ഇവിടെ ഇത്രയും ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ തുറന്നു വിളിച്ച് പറയാനുള്ള ധൈര്യം കാണിക്കണം. ഞാൻ +2 ജയിച്ചിട്ട് ഞാൻ 1 കൊല്ലം വെറുതെ ഇരുന്നു. 1 കൊല്ലം വെറുതെ മോറിഷ്യസ് പോയി. അതിൽ വെച്ച് നമ്മുടെ ക്രിക്കറ്റ് കളിക്കുന്ന വ്ളോഗ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. എല്ലാവരും കാണാൻ വെയിറ്റ് ചെയ്ത് ഇരിക്കണം. ഇവിടെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഞാൻ നാളെ കളിക്കണത് എതിരെ എല്ലാ ടീമിനെതിരെയും അടിച്ച് തൂക്കിയിരിക്കും എല്ലാത്തിനും, ഉറപ്പാ. ഡക്കുകൾ ഉണ്ടായിട്ടും തളരാത്തൊരു മനസ്സുണ്ട് ഇവിടെ.
അതെ അതെ മാങ്ങേറ് സൗരവ് മാങ്ങേറ് സൗരവ്. ഇവൻ പിന്നെ സീനല്ലോ. അതെ ആകാശമായിട്ടുള്ള കളി ഭയങ്കര അതെ പിന്നെ ബോള് വെറുക്കാൻ ആകാശം വേണം. ആകാശം ഉണ്ടെങ്കിൽ ആ ഗ്രൗണ്ടിൽ സൂര്യൻ. ആകാശം ഉള്ളതുകൊണ്ടാണ് നാട്ടിൽ കളി നടക്കുന്നത്. ഇവിടെ ദാസിന് വരെ കളിയുടെ ടിപ്സ് പറഞ്ഞു നടക്കേണ്ട ആകാശാണ്. ആകാശിട്ട് അങ്ങനെയല്ലേ. സാധനം വന്നിട്ടോ. ഗണപതിക്ക് അല്ല എങ്ങട്ടാ എനിക്കുള്ളത് വന്നു ഗൈസ്. നമുക്ക് എല്ലാവർക്കും സമയമായ പോണം. കൈയിട്ട് വരെ എല്ലാവരും. കൊടുത്താ താങ്ക് യു. അല്ല പഠിച്ചോളേ. ഇനി അൽഫാമില്ലല്ലോ. ഏതാ നമ്മുടെ ആയിരുന്നില്ല. അപ്പത്തേതാ അൽഫാമല്ലേ? എടുത്ത അൽഫാമല്ലേ? ഫുഡ് വന്നത് അറിഞ്ഞു എല്ലാം ഒന്നും വാരി ഒന്നും ബാക്കി ഉണ്ടാവില്ല. ഞാൻ വീട് എടുത്തോണ്ടിരുന്ന ഒന്നും ബാക്കി ഉണ്ടാവില്ല. അതിൻ്റെ ഹണി ചില്ലി അൽഫാം ഹാഫ്. ഞാനൊരു ബീഫ് ട്രൈ ചെയ്തോ. ഒരു പീസ് എടുക്കട്ടാ. ബീഫോളാം അടീസുണ്ട്. നല്ല പെരിഫെറി അൽഫാമല്ലേ? അടിപൊളി. കഴിച്ചിട്ട് തീർത്തിട്ട് വരാം. നമ്മുടെ ഹണി ചില്ലി ടേസ്റ്റ് നോക്കട്ടെ. ഹണി ചില്ലി ടേസ്റ്റ് നോക്കിയിട്ട് വരാം. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല, നല്ല അൽഫാമായിരുന്നു KR ബേക്സിലെ. നിങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്യണം. ഗോപി മഞ്ചൂരിയൻ്റെ റിവ്യൂ പറയാനായി ഞാൻ ഈ മൈക്ക് നേത്രനാരായണന് കൊടുക്കുന്നു. നല്ലൊരു ഗോപി മഞ്ചൂരിയൻ ആയിരുന്നു. ക്വാണ്ടിറ്റി അത്യാവശ്യമുണ്ട്. സോ എല്ലാവരും ട്രൈ ചെയ്യാം. ദാസന്റെ അഭിപ്രായം എന്താ? ദാസന് സംസാരിക്കാൻ വയ്യ. തീയാണ്. ഇഞ്ചുറിയാണ്. ഗൈസ് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കടയാണ് KR ബേക്സ് കൂറ്റനാട്. കാരണം നല്ല ഫുഡാണ്. നല്ല ബീഫ് റോസ്റ്റ് അല്ല ബീഫ് ഫ്രൈ, നല്ല പൊറോട്ട, നല്ല ഓറഞ്ച് ജ്യൂസ്, അടിപൊളി ഭക്ഷണം. അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ അൽഫാമും റൈസും കിട്ടും. നല്ല ഫുഡാണ്. മന്തിക്ക് അടിപൊളിയാണ്. ജ്യൂസ് അടിപൊളിയാണ്. മറ്റേത് അച്ഛനും വിളിച്ച പോലെ നല്ല ഫുഡാണ്. എല്ലാവരും വരിക, കഴിക്കുക, KRനെ സപ്പോർട്ട് ചെയ്യാം. ചിലപ്പോൾ ഞങ്ങൾ അവസാനത്തിൽ ചിലവാകും. കാരണം ഞാനും +2 ഡിഗ്രി ഒന്നും ഇല്ല. അതൊക്കെ നമ്മൾ ലെവലിലെത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി അടുത്ത ചിലവ് എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടി കഴിക്കുന്നത് ആരെയും കല്യാണത്തിനാവും. ഇത് ഓണറിന് കാണുന്നുണ്ടെങ്കിൽ AC കുറച്ച് കുറയ്ക്കണം. മന്തി കഴിഞ്ഞു, പൊറോട്ട കഴിഞ്ഞു, ബീഫ് കഴിഞ്ഞു, വേറെ മന്തി കഴിഞ്ഞു, ഗോപി മഞ്ചൂരിയൻ കഴിഞ്ഞു, അവിടുത്തെ ഹണി ചില്ലി കഴിഞ്ഞു. ബില്ല് കാണിച്ച ബില്ല് 2700 സംതിങ്. കൈ കഴുകി എനിക്ക് മറന്നച്ചലാവും. അപ്പോൾ ഒരു 100 രൂപ പെട്ടെന്ന് കേട്ടോ. ഞാൻ എത്ര ഉണ്ട്? മിൽക്ക് ഷേക്ക് ഉണ്ട്, ഷവർമ ഉണ്ട്, അവിൽ മിൽക്ക് ഉണ്ട്, ഫലൂഡ ഉണ്ട്. ഇതാ ഫാംപയോ ഫാംപേ ഉണ്ട്. സൗരന്റെ അക്കൗണ്ടാണ്. എല്ലാവർക്കും പൈസ ഹാക്ക് ചെയ്ത് ഒക്കെ അക്കൗണ്ട് കൂട്ടാം. ഹാക്ക് ചെയ്ത് നാളെ തരാന്നാ. ഇപ്പൊ മഞ്ഞ തിന്നിട്ടും പോരാ. നാളെ തരാന്ന പൈസ. ഒരു 100 കൂടി ഇല്ലേ? ഒരു 100 കണ്ടിക്കൂട്ടം 100 തരാണ്ട് കൊടുത്തു. പിന്നെ ആരാ? പൈസ കൊടുത്തോ? നമ്മളിങ്ങനെ കുട്ടിയോട് പോയത് ഒരു ദിവസം നമ്മൾ ഈ പണി ചെയ്തിരുന്നത്. എന്താണ് മുതലാളി പോകുന്നു കേട്ടോ. ആ പോണ മുതലാളി പോകുന്നു. ഈ ചങ്ങായി ഇപ്പോൾ പോയില്ലേ അടുത്തൂടെ അതിനൊക്കെ ചിരിച്ച്. ആ ചങ്ങായി
ചങ്ങി നോക്കി തിരിച്ചു തന്നെ മൊത്തക്കിട്ട് എൻ്റെ മൊത്തം നാട്ടത്ത് ആസാം ബാഡീസാണോ അതോ നാഗ ബാഡീസാണോ? ചേച്ചിമാരാണ് അവരൊക്കെ നമ്മുടെ എന്താടാ ഇങ്ങനെയൊക്കെ പറയാൻ പാടുള്ളൂ. പൈസ കൊടുത്തില്ലേ ഗൈസ്? ഒരു കാറിനുള്ളിലൊരു പട്ടി ഇരിക്കും ഗൈസ്. ലുക്ക് ഷെയർ ചെയ്ത് തരണം. ഇത് പിന്നെ ഫോൺ നടക്കണം. വ്ളോഗ് എൻഡ് ചെയ്യാൻ പോകണം. നമ്മുടെ സ്വന്തം KR ഫുഡ് കോർട്ട് കൂട്ടനാട്. ഒരു പ്രൊമോഷനൊന്നുമില്ല. നമ്മൾ ഇന്നത്തെ ചിലവും വ്ളോഗൊക്കെ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വ്ളോഗ് കാണാം. എല്ലാവരും ചേർന്നൊക്കെ പിന്നിൽ വ്ളോഗ് എൻഡ് ചെയ്യണ്ടേ, വൈൻഡപ്പ് ചെയ്യണ്ടേ? അടുത്ത വ്ളോഗിൽ വരുന്നവർക്കും അടുത്ത വട്ടം നമ്മൾ അരവിന്ദന്റെ കല്യാണത്തിനാവും നമ്മൾ പോകുന്നത്. അതെ നോട്ട് ചെയ്തോളൂ. ഈ വൈൻഡപ്പ് ഇനി പോകാം. അപ്പൊ ആ കാര്യം ഈ വീഡിയോ ഇവിടെ വെച്ചു. അടുത്ത എല്ലാം കിട്ടണ്ടോ? ഇല്ല അപ്പോഴേ കിട്ടാല്ല. ഇപ്പൊ അതന്നെ കിട്ടാല്ല. ഇപ്പോഴോ ഒന്ന് പൊക്കി പിടിക്കണം. ഇപ്പോഴോ ദാസനെ കാണാല്ലേ, നവനീതനെ കാണാല്ലേ. നവനീതനെ കാണാണ്ട് ദാസം സൈഡിൽ. എന്നാ നീ പിടിച്ചോ. വേണ്ട പാവം വരട്ടെ.